തീർന്നിട്ടില്ല. ഇക്കണ്ട കറാമത്തിന്റെ ഒക്കെ ഉടമയായ മഹാനവറുകൾക്ക് ഒരു അസുഖം വന്ന സമയത്ത് ഇവർ ആശുപത്രിയിൽ പോയി എന്ന് മാത്രമല്ല, ഏത് ആശുപത്രിയിലാണ് പോയത്? മുജാഹിദിന്റെ ആശുപത്രിയിൽ. അതാണ് അതിന്റെ രസം. അതാണ് വിമർശന വിധേയമാകാനുള്ള രണ്ടാമത്തെ കാരണം. ഇവിടെ എത്ര ഖുറാഫി ആശുപത്രി ഉണ്ട്, നിങ്ങളെ ജാരങ്ങളൊക്കെ പോട്ടെ, അതൊക്കെ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കീഴില് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്ര ഉണ്ട്? ഇതൊക്കെ ഉണ്ടായിട്ടും മുജാഹിദിന്റെ ആശുപത്രിക്ക് എന്തിനാ പോയത്? മുജാഹിദിന്റെ ആശുപത്രിക്കാണ് പോയത്. EK സമസ്തന്റെ ആളെന്നെ പറയട്ടെ. ഞാൻ പലരോടും പറയാറുണ്ട്, സംഘടനാ നിലക്ക് വലിയ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് ഈ വിനീതനായ ഈ പാവപ്പെട്ട എന്നെ പോലത്തെ ആളുകളൊക്കെ രംഗത്തിരുന്നത്. കോലിളക്കം എന്ന് പറഞ്ഞാൽ കല്ലേറ്, അടിപിടി, നായാട്ട്, പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാലി പിടിച്ചു വീങ്ങിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത് കേട്ടോ. അത് ഞാൻ ആ ഭാഗത്തെ തെറ്റി പറയുന്നില്ല. ആ ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എടോ, ഈ പറയണത് നിസ്സാരക്കാരനല്ലല്ലോ. EK സമസ്തയുടെ 1-ാം നമ്പർ നേതാവാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഉപരി പ്രസംഗിക്കുന്നത്. ഒരു ദജ്ജാല്, ആ ദജ്ജാൽ ഇപ്പൊ മുജാഹിദിന്റെ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇയാൾക്ക് കുരുത്തക്കടൊന്നുമില്ലേ? ഇയാൾക്കെതിരെ കുരുത്തക്കടം തട്ടിയായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ചോദ്യം അതായിരുന്നു. അത് ഞങ്ങൾ മാത്രം ചോദിച്ച ചോദ്യമല്ല, ഇവിടുത്തെ EK സമസ്തക്കാരടക്കം വിമർശന വിധേയമാക്കിയ ഒരു വിഷയമാണ്. ഇയാള് മുജാഹിദിന്റെ ആശുപത്രി പോയി കിടന്നു. എന്തോ മുജാഹിദിന്റെ ആശുപത്രി പോയി കിടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞേക്കണോന്ന് ചോദിച്ചു കണ്ട് ചെറഞ്ഞു വരാൻ നിൽക്കണ്ട കേട്ടോളി. നിങ്ങളെ വലിയ കുതുബുല്ലത്താബായ, കുതുബുല്ലാലമായ, മുദബ്ബിറുൽ ആലമായ, ആ ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കണ ആ ഉണക്കച്ചുള്ളി മടവൂരുണ്ടല്ലോ, ആ മാനസിക രോഗി മടവൂര്, ആ മടവൂരിന്റെ നിലപാടെന്തായിരുന്നു? മുജാഹിദുകൾ എടുത്ത് ചികിത്സക്ക് പോകാൻ പാടുണ്ടോ? കേട്ടോളി. പിന്നീട് ഒരിക്കൽ എന്റെ ബാപ്പക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ഡോക്ടർമാരെയും സമീപിച്ച് അവസാനം എനിക്ക് ഒരു നിവൃത്തിയില്ലാതെയായപ്പോ ഞാൻ മഹാനവറുകൾ കാണാൻ പോയി. എന്റെ ബാപ്പ അന്ന് കോഴിക്കോട് കാലിക്കറ്റ് നഴ്സിംഗ് ഹോമിലാണുള്ളത്. ഞാൻ കാണാൻ പോയി. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ കൈയിൻ്റെ മേലുള്ള മോതിരവും ആ മോതിര കല്ലൊക്കെ കുറേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി. അതിന് ബാപ്പാൻ്റെ വിവരമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അവരെ ചികിത്സ വേണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇന്ന ആളുടെ ആസ്പത്രിയിലാണുള്ളത്, ഇന്നവരൊക്കെയാണ് ഡോക്ടർമാരുന്നത്. അപ്പ എന്നോട് പറഞ്ഞു, അവരെ സംബന്ധിച്ച് മനസ്സിലാക്കി പറഞ്ഞായിരിക്കും, അവര് പുത്തൻവാദികളാണ്. അപ്പ എന്നോട് പറഞ്ഞു, ആ കക്ഷികളൊക്കെ ഇന്ന കക്ഷിയാണ് എന്ന് പറഞ്ഞു. കക്ഷിയുടെ പേരൊന്നും ഞാൻ പറയൂല. അതിന്റെ പറയാത്തത് എല്ലാം തുറന്നു പറയാൻ പാടില്ല. പറയാൻ പറ്റുന്നതേ പറയാവൂ, അല്ലെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. എല്ലാം പറയാൻ പറ്റൂല, പറയാൻ പറ്റുന്നത് പറയാം. എല്ലാം കാണിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാം കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഉള്ളതെല്ലാം കാണിക്കല. ഉള്ളതെല്ലാം കാണിച്ചാൽ പിന്നെ കുലുമാല തീരുമോ? പ്രശ്നം തീരുമോ? ഇതുപോലെ എല്ലാം പറയലാ. പറയുമ്പോൾ നോക്കിയിട്ട് പറയണം. പറയാൻ പറ്റുന്നത് പറയണം, പറയാൻ പറ്റാത്തത് പറയാതിരിക്കണം. സ്വകാര്യം ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? പുത്തൻവാദികളെ പറ്റി പറഞ്ഞതാ. ആ പറഞ്ഞതനുസരിച്ച് അതിന്റെ അർത്ഥം അവർ ഈമാൻ കിട്ടി മരിക്കൂല, അവരെ ചികിത്സ വേണ്ടെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അകത്തുകഥ. സാക്ഷാൽ പേരോടിന്റെ വാപ്പാക്ക് അസുഖമായിട്ട് എല്ലാ ഡോക്ടർമാർക്കും കൊണ്ടുപോയി, എല്ലാവരും കൈ കഴിഞ്ഞു. അവസാനം മടവൂരിന്റെ അടുത്തേക്ക് ഇവർ അങ്ങനെ കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ആദ്യം ചെയ്യും, നാട്ടിലുള്ള ഗോപാലകൃഷ്ണൻ ഡോക്ടറെ ബുക്ക് ചെയ്യും. എന്നാൽ അവിടുന്ന് അസുഖം മാറിയില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഡോക്ടർ, അവിടുന്ന് അസുഖം മാറിയില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഹോസ്പിറ്റല്, അവിടുന്ന് മാറിയില്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, അവിടുന്ന് മാറിയില്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അവിടുന്ന് മാറിയില്ലെങ്കിൽ ഓലൊക്കെ കൈ കഴിഞ്ഞാൽ നേരെ മടവൂരിന്റെ അടുത്തേക്ക്. അപ്പൊ ചങ്ങന്മാർ, നിങ്ങൾ എന്തിനാണ് ഇത്ര ഇടങ്ങാറായി എല്ലാ ഡോക്ടർമാർക്കും എല്ലാ ആശുപത്രിക്കും പോകാൻ നിൽക്കുന്നുണ്ട്? നേരെ മടവൂരിന്റെ അടുത്ത് പോയിക്കൂടെ? ഈ എണ്ണയും കത്തിച്ച് സമയം മെനക്കെടുത്ത് ഡോക്ടർമാരെടുത്ത് പോയി ക്യൂ നിന്ന് ടോക്കെടുത്തിട്ട് പിന്നെ മൂപ്പരെ കൺസൾട്ടിങ് കഴിഞ്ഞ് രക്തം ടെസ്റ്റ് ചെയ്ത്, മൂത്രം ടെസ്റ്റ് ചെയ്ത്, മരം ടെസ്റ്റ് ചെയ്ത്, എക്സ്റേ എടുത്ത്, സ്കാനിങ് എടുത്ത്, MRI എടുത്ത് മൂപ്പരെ ഈ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി കാത്തിക്കണം. നിങ്ങൾ നേരെ മടവൂരിന്റെ അടുത്ത് പോയിക്കൂടെ? അപ്പൊ ഇറ്റിക്ക് ഇതിലൊന്നും വിശ്വാസമല്ല. അസുഖം വന്ന് എല്ലാ ഡോക്ടർമാർക്കും കൊണ്ടുപോകും, എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് മാറിയെങ്കിൽ പിന്നെ ഏത് ശൈത്താന്റെ കേന്ദ്രത്തിലും വരുമോ? അതാണ് ഈ ഖുറാഫി സമൂഹം. എല്ലാ ശൈത്താനീയത്തിന്റെ കേന്ദ്രത്തിലും വരുമോ? അങ്ങനെ മടവൂരിന്റെ അടുത്തേക്കും പോയി. മടവൂര് പറഞ്ഞു, പുത്തൻവാദികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പാടില്ല, ഈ മാൻകുട്ടി മരിച്ചൂല. ഇനി ഇത് ഇയാളെ ട്രോൾ ചെയ്ത് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് കാന്തപുരത്തിനെ ട്രോൾ ചെയ്താണാവോ? കാരണം മൂപ്പർ വഹാബിന്റെ ഹോസ്പിറ്റലിലാണ് പോയി കിടന്നത്. അപ്പൊ മടവൂരിന്റെ നയം അതായിരുന്നു, ചികിത്സക്ക് പോലും മുജാഹിദുകളുടെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയോ മറ്റുള്ള ഇവരല്ലാത്ത വിഭാഗത്തിന്റെ ആശുപത്രിയിൽ പോകാൻ പാടില്ല എന്ന മടവൂരിന്റെ നയം നിലനിൽക്കെ, ആ മടവൂരിന്റെ അരുമ ശിഷ്യനായ അരുമ മുരീദായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അയാൾക്കൊരു അസുഖം വന്നപ്പോൾ എന്തിനു മുജാഹിദുകളുടെ കീഴിലുള്ള ആശുപത്രിയിൽ പോയി എന്ന ചോദ്യം ന്യായമല്ലേ ഖുറാഫി? ഇത് ട്രോളാ?
എനിക്ക് ട്രോളായിട്ട് തോന്നണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണു? ഇത് പൊതുസമൂഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കൂലേ? കാരണം എല്ലാ അസുഖത്തിനുള്ള മരുന്നാണ് നിങ്ങളെ കയ്യിലുള്ള ഒറ്റമൂലി മടവൂര്. മൂലക്കുരു മുതൽ ബ്രെയിൻ ട്യൂമർ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും മടവൂര് മരുന്നാണ്. മടവൂരിടത്തുള്ള എത്തിക്കിട്ടിയാൽ മതി. അള്ളഹാനോട് ചോദിക്കുന്നില്ല മടവൂര്. മുപ്പര് ഒറ്റ വർത്താനോ, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട, ഓപ്പറേഷൻ വേണ്ട, മൂലക്കുരു വേണ്ട, ക്യാൻസർ വേണ്ട, മറ്റേത് വേണ്ട, മറിച്ചത് വേണ്ട, ഇതും പിന്നെ ഒറ്റ മായിഞ്ഞാണ് പോകും അസുഖം. ഇതല്ലേ കറാമത്ത് അല്ലേ? അതാണ് സാധാരണ പറച്ചില്. കേട്ടു നോക്കി. CM വലിയുള്ളാഹിയുടെ കഴിവ് ചില്ലറയല്ല. അത് വേണ്ട, അത് വേണം, ഞാനത് മാറ്റി, ഇങ്ങനെ നാവോണ്ടാണ് പറഞ്ഞാൽ അങ്ങനെയാണ് നടക്കും. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, അത് വേണം, അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, അവന് ചാവാം, ഇതുപോലുള്ള പ്രയോഗം പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. ഒരു ലാ വേണ്ട. അപ്പുസാന്റെ പാട്ട് കാണാം, ലാ എന്ന വാക്കുകൊണ്ടാണ് എല്ലാം ശിഫയാക്കാറുള്ളത്. ലാ മന്ത്രിച്ചൂതലോ അല്ലെങ്കിൽ ദ്വാരം കൊടുക്കലൊന്നും ഇല്ല. ഇത് സ്വപ്നജീവി ദായകാലത്ത് പ്രസംഗിച്ച അതിന് ശല്യപ്പോ വല്ലാതല്ല, കുറച്ച് പദം വന്നിട്ടുണ്ട്. ഇപ്പൊ കറാമത്തൊന്നും വല്ലാതെ പറച്ചിലില്ല. അപ്പൊ മടവൂരിന്റെ അടുത്ത് ആരെയും പോയി കഴിഞ്ഞാല് അത് വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, അത് സുഖപ്പെട്ടിരിക്കുന്നു, ഒറ്റ വർത്താനം അമ്മാതിരി കഴിവാണെന്ന്. മാത്രമല്ല അള്ളഹാനോട് പോലും ചോദിക്കലില്ല എന്നവർ പറഞ്ഞു. കേട്ടോക്കി. ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ, ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശൈഖുന ജീവിതത്തിൽ ആരോടെങ്കിലും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത്. അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ സുഖപ്പെടുത്തി, ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അള്ളാഹു നൽകിയില്ലേ? കേട്ടില്ലേ? ജീവിതകാലത്ത് നമ്മൾ പല മഹാന്മാരോടും ചെന്നിട്ട് വല്ല പ്രയാസങ്ങളും അസുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ശരിയാണ്, മഹാന്മാരങ്ങനെ തന്നെ പറയാം, അള്ളാഹ് സുഖപ്പെടുത്തി തരട്ടെ, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഇത് മഹാനല്ലല്ലോ, ഇത് മാനസിക രോഗിയുള്ളൂ. അപ്പൊ ഇയാളെന്ത് പറയും? അത് ഞാൻ ഏറ്റിരിക്കുന്നു, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, അത്രയും പവറുള്ള ആളാണ് മടവൂര്. അങ്ങനെ പവറുള്ള മടവൂരിന്റെ കറാമത്ത് ഇന്നും പൂർവാധിക ശക്തിയോടെ നിലനിൽക്കെ മടവൂരിന്റെ ഏറ്റവും വലിയ മുരീദായ ഇന്നും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂരാണ് എന്ന് കാന്തപുരം തന്നെ വാക്ക് പറഞ്ഞ ആ മടവൂരിന്റെ കറാമത്തും ജാറവും ഇവിടെ നിലനിൽക്കെ എന്തിനു മുജാഹിദിന്റെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു? ഞങ്ങളെ ചോദ്യം പ്രസക്തല്ലേ? ട്രോൾ ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അത് നിങ്ങളെ തകരാറാണ്. എന്നിട്ടോ അങ്ങനെ കാന്തപുരത്തിന് ചെറിയൊരു പ്രഷർ വേരിയേഷൻ വന്നപ്പോൾ മുജാഹിദിന്റെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു എന്ന് മാത്രമല്ല, വലിയ വലിയ വീഡിയോ കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ട് വലിയ വലിയ ഇന്റർനാഷണൽ ഡോക്ടർമാരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. മോൻ തന്നെ പറയട്ടെ, ഹക്കീം അസ്ഹരി. മർക്കസിൻ്റെ സാരഥിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ ഉസ്താദിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഞങ്ങളത് ടൈം ടു ടൈം ബുള്ളറ്റിലൂടെ പുറത്ത് പറയാറുണ്ട്. അൽഹംദുലില്ലാ, ചെറിയ രക്തസമ്മർദ്ദം മൂലം ഉണ്ടായിട്ടുള്ള ഒരു ദേഹാസ്വാസ്ഥ്യം കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഡയഗ്നോസ് ചെയ്യപ്പെടുകയും വളരെ കൃത്യമായ ചികിത്സകൾ നൽകി വരികയും ചെയ്യുന്നുണ്ട്. മൈത്ര ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യവും മറ്റ് ലഭ്യമാകുന്ന കേരളത്തിലും പുറത്തുമുള്ള വലിയ വിദഗ്ധരായ ഡോക്ടർമാരെ ടെലികോൺഫറൻസിലൂടെയും മറ്റും ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവഹമാണ്. ഞാൻ ഇന്ന് രാവിലെയും ഉസ്താദുമായി സംസാരിച്ചിട്ടുണ്ട്, ഉസ്താദ് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ശാരീരികമായും മാനസികമായും നല്ല കോൺഷ്യസ് ആണ്, ശരീരം ചലിപ്പിക്കുന്നുണ്ട്. മോനാണ് പറയണത്, ബാപ്പാക്ക് രക്തസമ്മർദ്ദം മൂലം ചെറിയൊരു ദേഹാസ്വസ്ഥം വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ടോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ ഡോക്ടർമാരോട് ടെലികോൺഫറൻസ് നടത്തിയിട്ടാണ് ചികിത്സ തീരുമാനിച്ചത്. ഇപ്പൊ സുഖമുണ്ട്. അങ്ങനെ 1.5 മാസം കിടന്നിട്ടാണ് മൂപ്പര് സുഖമായിട്ട് വന്നത്. പക്ഷെ ഈ മോൻ ഭരണമായിരുന്നല്ല, വലിയ സീരിയസ് ആയിരുന്നു എന്നാണ് പല സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകട്ടെ. അങ്ങനെ മരണത്തോടടുത്ത് കിടക്കുന്ന ഒരു സമയത്ത് അവിടെ ഡോക്ടർമാരെ ചികിത്സ എന്നല്ല ഫലിച്ചത്, അവിടെ അള്ളാഹു വേറെ തിരിമറി നടത്തി എന്നവർ പറയണത്. എന്ത്? ഇവരെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പണ്ഡിതന്റെ ആയുസ് എടുത്തിട്ട് കാന്തപുരത്തിനോട് കൊടുത്തു, അവിടെ ഫിറ്റ് ചെയ്തു. അവിടെ കൂടി കാന്തപുരം ഉഷാറായി ചാടി എണീറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി. തമാശ വരല്ല, കേട്ടു നോക്ക്. രോഗിയായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മർക്കസിലെ ഉസ്താദുമാര് ഒന്ന് CM വലിയുള്ളാന്റെ അടുക്ക പോയിട്ട് ദ്വാരക്കണം. ചെറിയ പി ഉസ്താദ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് CM വലിയുള്ളാന്റെ മക്കാമിൽ ചെന്നു. ഈ ആളുകളും ഉസ്താദും യാസീനോദി ആദ്യം 2 വാക്ക് ഇലാഹ ഹളറത്തിയൊക്കെ അറബിയിൽ ദ്വാരുന്നു. പിന്നെ ചെറിയ പി ഉസ്താദ് പച്ച മലയാളത്തിലേക്ക് മണ്ണിന്റെ ഭാഷയിലേക്ക് മാറി. മാനവറുകൾ പറഞ്ഞു, അല്ലാ
ഞാനൊക്കെ ഇങ്ങനെ എണീച്ച് നടന്നിട്ട് ആർക്കാണ് പടച്ചോനെ ഉപകാരം? എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഞങ്ങൾ ആയുസ് കൂടി എടുത്തിട്ട് വലിയ ഉസ്താദിന് കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമ്പോൾ കണ്ണീരോടെ പലരും ആമീൻ പറഞ്ഞു. എല്ലാവരും തിരിച്ചുപോയി. കൃത്യമൊരു മാസം കഴിഞ്ഞപ്പോൾ ആ മഖാമിൻ്റെ ഉത്തരവാദപ്പെട്ട ചിലര് എന്നോട് പറയാണ്, വല്ലാത്തൊരു മൊയ്ലിയാരിട്ടോ, നല്ല ഉഷാറിൽ ഇങ്ങോട്ട് വന്ന ആ മൊയ്ലിയാർ നല്ല റാഹത്തിൽ ദ്വാരുന്നപ്പോ മൂപ്പര് പറഞ്ഞ വാക്കുകൾ, മൂപ്പര് പിറ്റേന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മയ്യത്തായി കയറി വന്നു മൂപ്പരയിൽ. 1.5 മാസം ആശുപത്രിയിൽ ചെലവഴിച്ച വലിയ മൊയ്ലിയാര് റാഹത്തായി വീട്ടിലേക്കും പോയി. ദ്വാക്കുത്തരമുള്ള മനുഷ്യന്മാർ. എന്താണ് ഈ ചെങ്ങായിമാര് പറയണത്? ഇവരെ സമൂഹം ട്രോളൂലെ എന്തെല്ലാം വഷളത്തരങ്ങളായി പറയണത്. കാന്തപുരം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചെറിയ AP, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരാണ് ചെറിയ AP. കാന്തപുരം ഹോസ്പിറ്റലായി കിടക്കുന്ന സമയത്ത് അങ്ങാണ്ട് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അങ്ങാണ്ടാണ് മൂപ്പര് മരിക്കണത്. മർക്കസിലെ ഉസ്താദായിരുന്നു, പോലെ വലിയ പണ്ഡിതനായിരുന്നു. അപ്പൊ മൂപ്പര് മടവൂര് മക്കാമൂര് ഇവരെല്ലാം അവിടെ പോയിട്ട് ദ്വാരുന്നു എന്ന് പറയണത്, പഠിച്ചോനെ ഞങ്ങളെ മേത്തുന്ന കുറച്ച് ആയുസ് നുള്ളിപ്പിറക്കി എടുത്തിട്ട് അത് വലിയ ഉസ്താദിന്റെ മേത്തേക്കാണ് വെച്ചു കൊടുക്കുക, എന്നാലും ഞങ്ങളെ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ചെറിയ ഏപ്പിന്റെ ആയുസ് എടുത്ത് അള്ളാഹു വലിയ ഏപ്പിക്ക് കൊടുത്തു, അങ്ങനെയാണ് കാന്തപുരം രക്ഷപ്പെട്ടത് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഇവർക്ക് ഇവിടുന്ന് വിവരം കിട്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഇവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ഒക്കെ അങ്ങനെ തന്നെയാണ്, കുറെ ഊഹാപോഹങ്ങൾ മാത്രം. അങ്ങനെ ഈ ദോയാണ് കഴിഞ്ഞിട്ട് ചെറിയ ഏപ്പ് നേരെ ആശുപത്രിക്ക്, മറ്റേ ആൾ അസുഖം റിക്കവർ ആയിക്കാണ് നേരെ വീട്ടിക്ക്. കിഡ്നി മാറ്റിയേക്ക എന്നൊക്കെ പറഞ്ഞ മാതിരി, കരള് മാറ്റിയേക്ക എന്നൊക്കെ പറഞ്ഞ മാതിരി റൂഹ് മാറ്റിയേക്ക. നമ്മൾ കുട്ടിക്കാലത്ത് ഈ ബാലരമ അമർ ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്, കൂട് വിട്ട് കൂട് മാറൽ എന്ന് വെച്ചാല് ഒരു ബോഡി വീക്കായി തുടങ്ങുമ്പോൾ അതിമന്ന് ആത്മാവ് വേറെ ബോഡി നമുക്ക് കയറുക, അതാണ് കൂട് വിട്ട് കൂട് മാറൽ എന്ന് പറഞ്ഞ മാതിരി. റൂഹ് വിട്ട് റൂഹ് മാറൽ, ചെറിയ അപ്പിന്റെ മേത്തുനിന്ന് റൂഹാണ് വിട്ടിട്ട് വലിയ അപ്പിന്റെ മോൾക്കാൾ കയറി, അങ്ങനെ മുമ്പ് കഴിച്ചില്ലായി എന്നായി പറയണത്. അപ്പൊ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാറുമ്പോ എല്ലാം കൊണ്ടും ചേർന്ന റൂഹാണല്ലോ. മുപ്പരെ പേര് സ്ഥലം കാന്തപുരം, മുപ്പരെ ഇനീഷ്യലും AP, വലിയൊരു പണ്ഡിതനുമാണ്. അല്ലാതെ പിന്നെ മഞ്ചേരിയുള്ള മൈമാരിന്റെ റൂഹും കോഴിക്കോടുള്ള കോയാമൂന്റെ റൂഹ് എടുത്തിട്ട് കാന്തപുരത്തിന് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് അനുയോജ്യമായ റൂഹ് എടുത്തിട്ട് തന്നെ കൊടുത്തു എന്നാണ് പോയി പറയണത്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇപ്പൊ ഇതൊക്കെ. ഇവര് എന്നാണ് തോന്നുന്നത് ഞങ്ങൾ ആയുസ് എടുത്തിട്ടുള്ള കാന്തപുരത്തിന് കൊടുക്കട്ടെ. അപ്പൊ അള്ളാഹ് ചെറിയ അപ്പിന്റെ ആയുസ് എടുത്തിട്ട് വലിയ അപ്പിക്കാണ് കൊടുത്തു. അങ്ങനെ ചെറിയ അപ്പിയാണ് മരിച്ചു, വലിയ അപ്പി പുറത്തു കണ്ടിറങ്ങി. ഈ വക ഭാഷണത്തരം പറഞ്ഞ ട്രോളൂല ചങ്ങായിമാരെ സമൂഹങ്ങളെ എന്താ ഈ പറയണത്? കിഡ്നിയൊക്കെ മാറ്റി വെക്കണ മാതിരി, കരള് മാറ്റി വെക്കണ മാതിരി റൂഹ് മാറ്റി വെക്കുക. ലോകത്ത് എവിടെയെങ്കിലും കേട്ടേക്കണത് റൂഹ് മാറ്റിയൊക്കെ? ഈ തലച്ചോറൊക്കെ മാറ്റി വെക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെ പോലത്തെ മുസ്ലിയാക്കന്മാരെ തലച്ചോറാണ് ഏറ്റവും നല്ല ബെറ്റർ. കാരണം ഒരിക്കലും ഉപയോഗിക്കാത്ത ഫ്രഷ് തലച്ചോറാണല്ലോ, അതിന് ചിലപ്പോൾ വില കൂടിയിരിക്കും. ഏതായാലും ചെറിയ ഏപ്പിന്റെ ആയുസ് എടുത്തിട്ട് അല്ല വലിയ ഏപ്പിക്കാണ്ട് പിറ്റേത് മുമ്പ് ഇങ്ങനെ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങി. അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചു, എന്നാ ഇത്രയും കാലം പറഞ്ഞ വഷളത്തരങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയായിരിക്കും, ഒന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കും. അതാണ് ബാലുശ്ശേരി പറഞ്ഞത്. അള്ളാഹു ഈ കാരുണ്യൊക്കെ കൊടുത്തിട്ട് പിന്നെ മുമ്പിൽ പഴയ കോലത്തിൽ തന്നെയാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന് പറഞ്ഞത്. അതിനെന്താ തെറ്റ്? കാരണം പുറത്തിറങ്ങിയിട്ട് മുമ്പിൽ ആദ്യം ചെയ്ത പണി എന്താ? കണ്ണൂരുള്ള സത്താറ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്താറിനോട് 1 വേണ്ട 3 വേണ്ട നിർത്തിക്കളാറുകളുടെ ഒറ്റ ഓർഡർ.